നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂകാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. ധാരാളം കാലഘട്ടമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും പലരെയും കൺഫ്യൂഷനാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് വിശാരദന്മാരും അതുപോലെ ചിന്തകന്മാരും എല്ലാവരും സംശയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും. എന്താണ് വിഷയം എന്നാൽ, ആ വിഷയമാണ് നാം മനുഷ്യരെല്ലാം കുരങ്ങിൽ നിന്നുണ്ടായതാണ് എന്നുള്ളൊരു സിദ്ധാന്തം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഒരുപാട് കാലഘട്ടങ്ങളായിട്ട് മനുഷ്യൻ എത്തിച്ചേർന്ന ഒരു പമ്പര വിഡ്ഢിത്തത്തെക്കുറിച്ചാണ് ഇന്ന് എൻ്റെ വീഡിയോ. എപ്പോഴും ആളുകൾ എടുത്ത പാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ മലയാളീസായാലും ശരി, ഏത് ഭാഷയിലുള്ള ഏത് രാജ്യത്തുള്ള മനുഷ്യരായാലും ശരി, എങ്കിൽ നാം കുരങ്ങിൽ നിന്നുണ്ടായതാണെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള കുരങ്ങന്മാരൊക്കെ മനുഷ്യരായില്ല എന്ന് ഒരു സിമ്പിൾ ചോദ്യമാണ്. ഇതേപോലെ തന്നെ ഈ ചോദ്യം ഖുർആനും മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് മനുഷ്യൻ പിന്നീട് കുരങ്ങനായി, അല്ലാതെ കുരങ്ങ് പിന്നീട് മനുഷ്യരായി കണ്ടില്ല, അഥവാ മനുഷ്യൻ കുരങ്ങിലേക്ക് പോയില്ല? അതായത് ശാസ്ത്രജ്ഞന്മാരുടെ ഈ കണ്ടുപിടുത്തത്തിൻ്റെ തൊട്ടു പിന്നാലെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളൊരു അബദ്ധത്തിൽ ചെന്ന് വീഴുന്നതായിട്ട് കാണാം. അതായത് ക്രോമസോമുകളുടെ എണ്ണം, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും തമ്മിലുള്ള ബന്ധത്തിന് ശേഷമാണ് ഒരു മനുഷ്യജീവി പിറക്കുന്നത്, അതല്ലെങ്കിൽ ഒരു കുരങ്ങ് പിറക്കുന്നത്. പക്ഷേ കുരങ്ങിൻ്റെ ക്രോമസോമും മനുഷ്യൻ്റെ ക്രോമസോമും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ലേ? ഇങ്ങനെ കോമൺ ആയിട്ടുള്ള വളരെ ഇതായിട്ടുള്ള ഒരു ചിന്താധാര കൂടി ഇല്ലാതെ എന്തേ വായിൽ തോന്നിച്ചാൽ അങ്ങ് പറഞ്ഞു വിടുകന്നെ. നമ്മൾ കുരങ്ങിൽ നിന്നാണ്ട് ഉണ്ടായി, അപ്പോൾ കുറേ വിഡ്ഢികൾ. അത് ശരിയാ. ഈ കുരങ്ങ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളിൽ നിന്നാണ് നിങ്ങളുണ്ടായതെന്ന്? അതെന്താ പറയാത്തത്? കുരങ്ങ് സംസാരിക്കുന്നില്ല. കുരങ്ങിനെ ചിന്തിക്കുന്നതിനൊരു ഒരു എൻഡുണ്ട്. മനുഷ്യന് ചിന്തിക്കുന്നതിന് ഒരു എൻഡുമില്ല. മനുഷ്യന് പ്രവർത്തിക്കുന്നതിന് അപാരമായ ശക്തിയുള്ളവനാണ് എന്ന് ഖുർആൻ തന്നെ പറയും. ഇവിടെ ഖുർആനെ അംഗീകരിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഉപായമായിട്ടാണ് ഒരുപാട് ആളുകൾ ഈ കുരങ്ങിൻ്റെ സിദ്ധാന്തവുമായി ഏറ്റി നടന്നതെന്നാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ മതങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നില്ല. മതങ്ങളും മനുഷ്യൻ്റെ ഒരു സൃഷ്ടിയാണ്, അപ്പോൾ അതങ്ങ് ഒഴിച്ചു നിർത്തിയാൽ നമ്മളൊക്കെ മൃഗമാണ് എന്നൊക്കെയുള്ള കണ്ടുപിടുത്തമാണ്. പക്ഷേ ഏറ്റവും ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ, കുരങ്ങിനെ വരെ ഈ മനുഷ്യൻ തന്നെ ആരാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഈ കുരങ്ങാണോ മനുഷ്യനാണോ വിഡ്ഢി? കുരങ്ങ് സത്യത്തിൽ വിഡ്ഢിയല്ല, അതിൻ്റേതായ ബുദ്ധി അതിനുണ്ട്. അവന് ആ മനുഷ്യൻ്റെ ഫോട്ടോ ഒന്നും എവിടെയും വെച്ച് ആരാധിക്കുന്നില്ല. മറിച്ച് നമ്മൾ കുരങ്ങിൻ്റെ ഫോട്ടോ വെച്ച് പലയിടത്തും വെച്ച് ആരാധിക്കുന്നു. കുരങ്ങിൽ നിന്നാണ് നാം ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഒരു ആവശ്യം അവിടെ ഉദിക്കുന്നില്ല. അതൊരു പക്ഷേ നീർക്കോലിയിൽ നിന്നാണ് ചേര ഉണ്ടായത് എന്ന് പഠിക്കുന്നതിന് തുല്യമായിരിക്കും. എന്തിനാണ് ചേരയുടെ സപ്പോർട്ട് നീർക്കോലി ഉണ്ടാവാം? നീർക്കോലിയായിട്ടല്ലേ ജീവിക്കുക. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയാണ് ചേരയിൽ നിന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ട് നീർക്കോലി ഉണ്ടായി എന്നൊരു സിദ്ധാന്തം എഴുതി ഉണ്ടാക്കിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അവരുടെ ഭാഷ സംസാരിക്കുന്നു. ചേര ഭാഷ സംസാരിക്കുന്നുണ്ടോ? നീർക്കോലി ഭാഷ സംസാരിക്കുന്നുണ്ടോ?
കുരങ്ങ് ഭാഷ സംസാരിക്കുന്നുണ്ട്. കുരങ്ങ് മറ്റുള്ള ജീവികളെപ്പറ്റി പഠിക്കുകയോ മറ്റുള്ള ഇതൊന്നും ചിന്തിക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നു. നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജീവിവർഗം തന്നെയാണ് എന്നാണ് ഖുർആൻ മുന്നോട്ട് വെച്ചത്, പറഞ്ഞതും. നമ്മൾക്ക് അപാരമായ ശക്തിയുണ്ട്, കുരങ്ങനതില്ല. നമ്മൾക്ക് സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ അർത്ഥം പറയാൻ സാധിക്കും, കുരങ്ങനതില്ല. നമ്മൾക്ക് ദിവ്യമായ പല ശക്തികളുമുണ്ട്, കുരങ്ങനോ മറ്റു ജീവികൾക്കോ അതില്ല. നമ്മൾക്ക് പലതും സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്, കുരങ്ങനതില്ല. അപ്പോൾ കുരങ്ങ് എന്ന് പറയുന്നത് വേറെ, മനുഷ്യൻ എന്ന് പറയുന്നത് വേറെ, കുരങ്ങ് വർഗത്തിൽപ്പെട്ട ഒരുപാട് ജീവികളുണ്ട് എന്നുള്ളത് അതൊന്ന് വേറെ. പക്ഷേ ഖുർആൻ തന്നെ പറയുന്നു, നിങ്ങൾ എല്ലാ ജീവികളിലും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. എന്താ പറഞ്ഞത്? എല്ലാ ജീവികളിലും അടങ്ങിയിട്ടുണ്ട്. അതായത് എല്ലാ ജീവികളും ഈ ഭൂമിയിൽ ഇല്ലാതായി എന്നിരിക്കട്ടെ, ആദ്യം ആരായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നൊരു ചിന്ത നിങ്ങൾക്ക് സ്വയം ചിന്തിച്ചുകൂടെ? അപ്പോൾ എടുത്ത പടി മനുഷ്യൻ പറയും മനുഷ്യൻ തന്നെയാണെന്ന്. പക്ഷെ അത് നമുക്കങ്ങ് ഉറപ്പിക്കാൻ സാധിക്കില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വിചാരിക്കുക. നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഇല്ലാതായി, ഒരു ജീവിവർഗം ഈ ഭൂമിയിൽ ഇല്ലാതായി, പിന്നീട് ആദ്യമുണ്ടാകുന്നത് ആരായിരിക്കും എന്ന് പറയും, മനുഷ്യൻ ആയിരിക്കും എന്നാണെങ്കിൽ ആദ്യമായിട്ട് പിന്നീട് ഉയർത്തെഴുന്നേൽക്കുന്നത് റസൂലായിരിക്കും എന്നാണ് ഇസ്ലാമികളുടെ വിശ്വാസം. അതായത് 1,25,000-ൽ പരം അംബിയാ മുർസലീങ്ങളുടെ രാജാവായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണ്ണിൽ നിന്ന് ആദ്യം ഉയർത്തെഴുന്നേൽക്കും എന്നാണ് സിദ്ധാന്തം. എന്തായാലും ആ കഥകളൊന്നും എല്ലാ മതക്കാരും വിശ്വസിച്ചോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. കുരങ്ങിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് ശാസ്ത്രീയമായോ അശാസ്ത്രീയമായോ ഒരിക്കലും തന്നെ തെളിയിക്കാൻ സാധിക്കില്ല. മറിച്ച് ഭൂമുഖത്തുണ്ടായിരുന്ന എല്ലാ ജീവികൾക്കും ഏതോ ഒരു കാലഘട്ടത്തിൽ പൊടുന്നനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതാണ് വവ്വാല് തലകീഴായിട്ട് തൂങ്ങിക്കിടന്നിട്ട് അത് വിസർജിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒരേ ഭാഗത്തു കൂടെ എന്നുള്ളതിനെപ്പറ്റി സൂചിപ്പിച്ചിരിക്കുന്നത്. അതൊരു അപൂർവ ജീവിയാണ്. ഒരു ജീവിയും പിന്നെ അങ്ങനെ ചെയ്യുന്നില്ല. അതായത് എല്ലാ ജീവികൾക്കും വായും അത് തിന്നു അതെല്ലാം വിസർജിച്ച് പോകാൻ മറ്റൊരു ഭാഗമുണ്ടെങ്കിൽ ഈ ജീവിക്ക് മാത്രം അതില്ല എങ്കിൽ അതിനെ സൃഷ്ടിച്ചതും ദൈവം തന്നെയാണ്. അപ്പോൾ അത് മറുപടി പറയുന്നത് എന്താണ്? ഖുർആനിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ, ഇതുപോലെ എല്ലാ ജീവികളെയും എനിക്കുണ്ടാക്കിയാൽ മതിയായിരുന്നു. അല്ല, എന്നോടാരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല ഇങ്ങനെ നല്ല ഫിനിഷിംഗ് ആയിട്ട് മനുഷ്യനെ ഉണ്ടാക്കാൻ എന്ന് റബ്ബ് തന്നെ സ്വയം സംസാരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ കുരങ്ങിൽ നിന്നുണ്ടായതൊന്നുമല്ല, മഹാവിഡിത്താണത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.